ഗൈസ്, ആൻമരി ആൻഡ് ആരാണ് യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വാട്ട്സ് ഇൻ മൈ ഫോൺ എന്നാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ ഫോൺ. എൻ്റെ ഫോൺ എന്ന് പറഞ്ഞാൽ ഇതാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യാറുള്ള ഫോണ്. അമ്മ ഇല്ലാത്തപ്പോഴൊക്കെ ഞാൻ ഇതിലായിരുന്നു വീഡിയോ എടുത്തുകൊണ്ടിരുന്നത്. ബ്ലാക്ക് സിൽക്ക് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ യൂട്യൂബ് ചാനൽ ഇതിലാണുള്ളത്. അപ്പം ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലോക്ക് സ്ക്രീനിലെ വാൾപേപ്പറാണ്. അപ്പോൾ അത് മാറി വരുന്നതാണ്. ഇതേ കണ്ടോ, അങ്ങനെ പരസ്യം പറയുന്നത്. അപ്പം ഞാൻ ഫോട്ടോ ഇട്ടത്. ഇതെൻ്റെ ബെസ്റ്റിയാണ്. ഞങ്ങളുടെ കുറേ പേരുണ്ട്, എൻ്റെ കൂട്ടുകാർ. ഇതാണ് എൻ്റെ മെയിൻ കൂട്ടുകാർ. ഇത് എൻ്റെ ഒക്കെ ഉള്ളതാണ്. മാറി മാറി വരുന്നതാണ് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ഫോട്ടോ. ഇതാണ് എൻ്റെ കൂട്ടുകാരി. ഞാൻ കാണിച്ചു തരാം. ഞാൻ എൻ്റെ കൂട്ടുകാരി ദേവിക വിജേഷ് എന്ന് പറയും. ഞങ്ങൾ അവളെ ഷോർട്ട് നെയിമായിട്ട് ദേവു എന്ന് വിളിക്കും. അവൾക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, ദേവിക വിജേഷ് എന്ന് പറഞ്ഞ്. ഞാൻ ലിങ്ക് പറ്റുകയാണെങ്കിൽ കൊടുക്കാം. അപ്പം എല്ലാവരും പോയി സബ്സ്ക്രൈബ് ചെയ്യണം. അവളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പം അവളുടെ അത്യാവശ്യം നല്ല വീഡിയോസൊക്കെയാണ്. അവൾ ഡാൻസറാണ്. അപ്പോൾ എല്ലാ വീഡിയോയും നല്ല നല്ല വീഡിയോസാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും പോയി നല്ല കട്ടയ്ക്ക് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ നിങ്ങൾ അവളെ സപ്പോർട്ട് ചെയ്യണം. അപ്പം ഞാൻ പറ്റുകയാണെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പം നിങ്ങളൊന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഹോം സ്ക്രീൻ വാൾപേപ്പറാണ്. ഹോം സ്ക്രീൻ വാൾപേപ്പർ എന്ന് പറയുകയാണെങ്കിൽ ഇതാണ് കേട്ടോ. ഞങ്ങളുടെ ഇത്രയും പേരുടെ ഈ ഒരു ഫോട്ടോയാണ്. അതായത് ഇതെൻ്റെ പപ്പയുടെ അനിയൻ്റെ മോന്, ഇത് ആരോണാണ്. ആ ഒരു ഫോട്ടോയാണ് കേട്ടോ. പിന്നെ എന്നുള്ളത് പിന്നെ നമ്മുടെ ടോട്ടൽ ഗ്യാലറിയിലെ ഇമേജസ് ആണ്. ടോട്ടൽ ഗ്യാലറിയിലെ ഇമേജസ് 464 എണ്ണം ഉണ്ട്. അതിൽ ഓരോന്നായിട്ട് എടുത്തെടുത്ത് പറയണം. അപ്പോൾ അതുകൊണ്ട് ടോട്ടൽ അങ്ങനെ ഉണ്ട്. പിന്നെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുകയാണെങ്കിൽ വാട്സപ്പ് ഡി പി ആണ് കേട്ടോ. വാട്സപ്പ് ഡി പി എന്ന് പറയുന്നത് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ നെറ്റിൻ്റെ അകത്തില്ല, എൻ്റെ അകത്ത് നെറ്റ് തീർന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് അമ്മയുടെ ഫോണിൽ നിന്നാണ്. അപ്പോൾ അമ്മയുടെ ഫോണിൽ നിന്നാണ് ഞാൻ നെറ്റിൻ്റെ അത് കണക്ട് ചെയ്യുക. അപ്പം ഈ കുറച്ച് സൈഡിൽ തീർന്നിട്ട്, അതുകൊണ്ട് കുറച്ച് ദിവസമായിട്ട് ഞാൻ ഇതിൽ നിന്നാണ് കണക്ട് ചെയ്യുക. അപ്പം അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് നെറ്റില്ല. അതുകൊണ്ട് ഫോട്ടോ എൻ്റെ അതിനകത്തുണ്ട്. അപ്പോൾ ഇതാ ഈ ഫോട്ടോയാണ് കേട്ടോ. കണ്ടോ, ഈ ഒരു ഫോട്ടോയാണ് ഞാനും എൻ്റെ പപ്പയുടെ പപ്പയാണ് എൻ്റെ അപ്പച്ചനാണിത്. എൻ്റെ അപ്പച്ചൻ ഞാനിവിടെ സ്നാപ്പിലെടുത്തൊരു ഫോട്ടോയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ അത് കൂടുതലുള്ളത് ഇങ്ങനെ ഞാൻ എഡിറ്റ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നത്, നമ്മളിടാൻ വേണ്ടിയിട്ട് കുറേ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ നല്ല അങ്ങനത്തെ ഫോട്ടോ ഒക്കെയാണ് കേട്ടോ ഉള്ളത്. ഇങ്ങനത്തെ കുറേ ഫോട്ടോ എടുത്ത് വെക്കും. പിന്നെ എന്തെങ്കിലുമൊക്കെ കാണിക്കുക. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള കുറച്ച് ഫോട്ടോയാണ്. പിന്നെ ആരോണ്ട് എൻ്റെയും അവൻ്റെ പിന്നെ കുറച്ച് വീഡിയോ റീൽസ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണുള്ളത്. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്സപ്പിൽ ലാസ്റ്റ് വന്ന മെസ്സേജാണ്. വാട്സപ്പിൽ ലാസ്റ്റ് വന്ന മെസ്സേജ് എന്ന് പറയുകയാണെങ്കിൽ ഇന്നലെ ഒരു എൻ്റെ അമ്മയുടെ അപ്പനും വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ട് ഞങ്ങൾക്കൊരു ഗ്രൂപ്പുണ്ട്. ഞങ്ങളുടെ പപ്പ വീട്ടുകാർ പ്ലാത്തോട്ടർ ഫാമിലി എന്ന് പറയാം. അപ്പം അതിൻ്റെ ഒരു ഗ്രൂപ്പുണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പിൽ നിന്ന് ലാസ്റ്റ് എല്ലാവരും മെസ്സേജ് അയച്ചു. ലാസ്റ്റ് അമ്മ അവർക്കെല്ലാവർക്കും താങ്ക്സ് അയച്ചതാണ്. അതാണ് എൻ്റെ ഇങ്ങോട്ട് വന്ന മെസ്സേജ്. ഞാൻ അങ്ങോട്ട് ലാസ്റ്റ് അയച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ അങ്ങനെ അയക്കാറില്ല. ഞാൻ ലാസ്റ്റ് അയച്ചത് കുറേ നാൾക്ക് മുമ്പ്, അതായത് 3-4 ആഴ്ചക്ക് മുമ്പാണ് കേട്ടോ. ഞാനങ്ങനെ അയച്ചിട്ടില്ല അങ്ങോട്ടും. അപ്പം അതാണ് ലാസ്റ്റ് എന്ന മെസ്സേജ്. പിന്നെ വന്നിരിക്കുകയെന്ന് പറയുകയാണെങ്കിൽ ഗ്യാലറിയിലെ ലാസ്റ്റത്തെ വീഡിയോ ആണ്. ഗ്യാലറിയിലെ ലാസ്റ്റത്തെ വീഡിയോ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് വീഡിയോ സെക്ഷനിൽ പോയിട്ട്, അപ്പോൾ ഗൈസ് നമുക്ക് ജസ്റ്റ് ഒന്ന് സ്ഥലം മാറേണ്ടി ആരോൺ ബഹളം ഉണ്ടാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യേണ്ടി. അപ്പം അതാണ് ജസ്റ്റ് ഒന്ന് കട്ടായത്. അപ്പം ലാസ്റ്റ് എടുത്ത വീഡിയോ ആണ് പിന്നത്തെ നെക്സ്റ്റ് ഇതെന്ന് പറയുന്നത്. ലാസ്റ്റ് എടുത്ത വീഡിയോ ഇടാണ് കേട്ടോ. സൗണ്ട് കുറവാണ്, ഇത് കാണിച്ചു തരാം. ഞാനും എൻ്റെ ഫ്രണ്ടും ഉള്ളതാണ്.
ആ ഒരു വീഡിയോ ആണ് ലാസ്റ്റ് ഞാൻ എടുത്തതെന്ന് പറയുകയാണ്. പിന്നെ ഗൈസ് ലാസ്റ്റത്തെ സ്ക്രീൻഷോട്ട് എന്ന് പറഞ്ഞത് ആരോണ് എടുത്ത് വെച്ചാണ്. ഇവർ റണ്ണിങ് പ്രിൻസസ് എന്ന് പറഞ്ഞ ഗെയിമുണ്ട്. ഇപ്പം ഞാൻ കണ്ടപ്പോൾ അത് ഡിലീറ്റ് ചെയ്തു. അപ്പോൾ അവർ കളിച്ചുകൊണ്ടിരുന്ന ഇടയ്ക്ക് എടുത്താണ് കേട്ടോ. എൻ്റെ ഒരു സ്ക്രീൻഷോട്ടാണ് എടുത്തത്. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുകയാണെങ്കിൽ ഈ മറ്റേ ക്യാമറയിൽ ലാസ്റ്റ് എടുത്ത ഫോട്ടോ ആണ്. ക്യാമറയിൽ നമ്മൾ ലാസ്റ്റ് എടുത്ത ഫോട്ടോ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ എടുത്തതാണ്. ഞാൻ ആ ഒരു ദിവസം സാരി കൊടുത്തില്ലായിരുന്നു, അതിൻ്റെ ചെറിയൊരു ക്ലിപ്പാണ് എടുത്തത്. ഈ ഒരു ഫോട്ടോയാണ് എടുത്തത്. ലാസ്റ്റ് എടുത്ത ഫോട്ടോ എന്ന് പറയുന്നത് ഈ ഒരു ഫോട്ടോയാണ് ഞാൻ ലാസ്റ്റ് എടുത്തത്. പിന്നെ എൻ്റെ കുറച്ച് ഫോട്ടോ ഞാൻ ചെറുപ്പത്തിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം കണ്ടോ, എൻ്റെ ചെറുപ്പത്തിലൊരു വലിയ ആൽബം തന്നെ ഉണ്ടായിരുന്നു. ഇങ്ങനെ പല ഫോട്ടോസൊക്കെ ഉള്ളതാണ് കേട്ടോ. പിന്നെ ഗൈസ് ലാസ്റ്റത്തെ ഫോൺ കോളാണ്. ലാസ്റ്റ് ഫോൺ ചെയ്തത് ഞാൻ ഇന്നലെ 10 മണിക്കെങ്ങാണ്ടാണ് കേട്ടോ. ഇന്നലെ 10 മണിക്കായപ്പം ഇതാ കണ്ടോ, ഞാൻ അമ്മേനെ കാണാൻ പറ്റുന്നുണ്ടോ, കണ്ടോ ഇങ്ങനെ പഠിക്കണം. ഇനി അമ്മേനെയാണ് കേട്ടോ ഞാൻ ഫോൺ ചെയ്തത്. ജൂലിന്ന് അമ്മേനെയാണ് ഞാൻ ഫോൺ ചെയ്തത്. അമ്മയുടെ ഫോൺ മിസ്സായിട്ടോ, അമ്മയുടെ ഫോൺ കാണാതെ പോയി. അപ്പോൾ അതുകൊണ്ട് ഞാൻ അമ്മേനെ ഫോൺ ചെയ്തതാണ്. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഏത് ആപ്പിലാണ് മ്യൂസിക് കേൾക്കുന്നതെന്നാണ്. ഈ ഒരു ആപ്പ് നിങ്ങൾ കണ്ടോ, ഈ ഒരു മ്യൂസിക് എന്ന് പറഞ്ഞാൽ ഈ ഒരു ആപ്പ് കണ്ടോ, ഇതിൻ്റെ അകത്താണ് ഞാൻ പാട്ട് കേൾക്കാറ്. ഈ ഒരു ആപ്പ്, അതിൻ്റെ അകത്ത് ഞാൻ കുറേ പാട്ട്, സിനിമാ പാട്ടും അങ്ങനെ കുറച്ച് എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് പാട്ടും പിന്നെ ബാക്ക്ഗ്രൗണ്ടിന് പറ്റിയ കുറച്ച് പാട്ടുകളൊക്കെ വേണമല്ലോ, നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിന് ഇടാൻ പറ്റിയൊരു പാട്ടുകളൊക്കെ വേണമല്ലോ, അതിനുള്ള ചെറിയൊരു ഇതാണ്. അവിടെ ഇടാൻ പറ്റിയ കുറച്ച് പാട്ടുകളുമാണ് ഇതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ അതാണ് ഇതിൻ്റെ അകത്തുള്ളത് കൂടുതലും പാട്ട്. പിന്നെയെന്ന് പറയുകയാണെങ്കിൽ യൂട്യൂബിൽ ഞാൻ ലാസ്റ്റ് ഡൗൺലോഡ് ചെയ്ത ഏത് വീഡിയോ ആണെന്ന് ഗൈസ്, പിന്നെ ഞാൻ ലാസ്റ്റ് ഡൗൺലോഡ് ചെയ്തത് ഇത് കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. സിമ്പിളാണോ? മറ്റേ ഒരു ചേച്ചിയുടെ പരിപാടിയാണ്. പിന്നെ അതും ഞാൻ കൂടുതലും കാണാറ് യൂട്യൂബിൽ. സിമ്പിൾ ബാക്കി എനിക്കറിയില്ല കേട്ടോ. പിന്നെ അങ്ങനത്തെ ഒരു ചേച്ചിയുടെ വീഡിയോ ആണ്. പിന്നെ ഉള്ളതെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ദിയ ഫാവേഴ്സ് ഒഫീഷ്യൽ കാണും ഞാൻ. പിന്നെ ചിന്നു രാജേഷിൻ്റെ വീഡിയോ കാണും. പിന്നെ ഞാൻ ഡൗൺലോഡ് ചെയ്തേക്കുന്നതാണ് ഇപ്പോൾ പറയുന്നത്. പിന്നെ ഞാൻ ഡിഡി വ്ളോഗ് അൺക്യൂട്ട് കാണും. ഡിഡി വ്ളോഗ് ദേവുദിയാസിൻ്റെ കാണും, ദീപറ്റ കാണും. ഈ ഒരു പരിപാടി കാണും. പിന്നെ ഞാൻ ലൈഫ് ലിവിങ് നാച്ചുറൽ കാണും. പിന്നെ ഞാൻ ലിയ മാത്യു എന്ന് പറഞ്ഞൊരു ഇത് കാണും കേട്ടോ. ലിയ സ്റ്റോറീസും കാണും, ലിയ മാത്യു കാണും. പിന്നെ മലബാറി മല്ലു കാണും. അതായത് അവരുടെ തന്നെ മാമൻ്റെ അർജുമാമൻ എന്ന് പറയുന്ന മാമൻ്റെയാണ് കേട്ടോ മലബാറി മല്ലു എന്ന് പറഞ്ഞാൽ. അവരുടെ പ്രാങ്ക് വീഡിയോസൊക്കെ കാണും. ലിയ മാത്യു എന്ന് പറഞ്ഞ ഇതാണ് കേട്ടോ. നിങ്ങൾക്ക് അറിയായിരിക്കും ചിലപ്പം. ഈ ഒരു ചേച്ചിയുടെ വീഡിയോ ആണ് ലിയ മാത്യു എന്ന് പറയുന്നത്. അതാണ് ഞാൻ യൂട്യൂബിൽ. പിന്നെ നമ്മുടെ ബ്ലാക്ക് സിൽക്ക്, ഞാൻ പറഞ്ഞു നെറ്റില്ല എന്നതുകൊണ്ട് ഇതൊക്കെയാണ് ബ്ലാക്ക് സിൽക്ക് ഷോർട്സ് ആണ് നമ്മുടെ രണ്ടാമത്തെ യൂട്യൂബ് ചാനൽ. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേരെ. നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ഇതിൽ നോക്കിയാൽ മതി. നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിയാൽ മതി. ഞാൻ ഇതിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ലാസ്റ്റ് ഡൗൺലോഡ് ചെയ്ത ആപ്പാണ്. ലാസ്റ്റ് ഡൗൺലോഡ് ചെയ്തതാ സ്നാപ്ചാറ്റാണ് കേട്ടോ. ലാസ്റ്റ് ഡൗൺലോഡ് ചെയ്തത് സ്നാപ്ചാറ്റാണ്. ഞാൻ ഏത് ആപ്പിലാണ് കൂടുതൽ എഡിറ്റ് ചെയ്യാന്ന് ചോദിച്ചു. ഞാൻ കൂടുതൽ എഡിറ്റ് ചെയ്യാറുള്ള ആപ്പ് എന്ന് പറയുന്നത് ഇത് കണ്ടോ, ഫ്ലെമിംഗോ എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. ആ ആപ്പിലും പിന്നെ ഞാൻ എഡിറ്റ് ചെയ്യാറുള്ളത് ഇൻഷോട്ട് എന്ന് പറഞ്ഞ ഈ ഒരു ആപ്പിലുമാണ് കേട്ടോ. നല്ല നല്ല ആപ്പുകളാണ്. നമുക്ക് ബാക്ക്ഗ്രൗണ്ടൊക്കെ ചേഞ്ച് ചെയ്ത് നല്ല ഇതുണ്ട് കേട്ടോ. എനിക്ക് നോക്കിയിട്ട് നല്ല കുഴപ്പമുണ്ട്. നമുക്കറിയാമെന്ന് വെച്ചല്ലേ നമുക്ക്. പിന്നെ എൻ്റെ ഇതിൽ കൂടുതൽ ആപ്പുള്ള ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കൂടുതൽ മംഗ്ലീഷ് കീബോർഡും ഒക്കെ ഉണ്ട്. അല്ലാണ്ട് ഇല്ലാത്തതായിട്ടൊന്നുമില്ല, ഗെയിം മാത്രമേ ഉള്ളൂ. അപ്പം അതിന് കയറ്റുമെന്നറിയില്ല, ചിലപ്പോൾ ആരും കണ്ടു കഴിഞ്ഞാൽ കയറ്റും. അപ്പം പിന്നെയെന്ന് പറയുകയാണെങ്കിൽ ലാസ്റ്റത്തെ ടൈം സെറ്ററാണ് അലാറം സെറ്റ് ചെയ്തേക്കുന്നത്. അതിന് നമുക്ക് അലാറത്തിൽ തന്നെ കയറണം. ഞാൻ അങ്ങനെ അലാറം സെറ്റ് ചെയ്യാറേ ഇല്ല. എനിക്കത് അറിയാമല്ല, എനിക്ക് ആവശ്യം വന്നിട്ടില്ല. ക്ലോക്കിൽ നോക്കട്ടെ.
സെറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ടെന്ന് കണ്ടിട്ടോ 2 ആണ്. 6 മണിക്കാരണം വന്നിട്ടുണ്ട്, 11 മണിക്കും വന്നിട്ടുണ്ട്, 11 PM. അതെന്തോ കാര്യത്തിനാണെന്ന് തോന്നുന്നു. അങ്ങനെ 2 അലാറം സെറ്റായിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൽ, ഇത് അമ്മയുടെ ഫോണല്ലോ, ഞാൻ വീഡിയോ എടുക്കുന്നത് അമ്മയുടെ ഫോണിലാണ്. അമ്മയുടെ ഫോണിൽ അമ്മ 4 മണിക്ക് അലാറം വെക്കും കേട്ടോ. അമ്മയ്ക്ക് ഡെയിലി ബ്ലസ് എന്ന് പറഞ്ഞൊരു ഒരു ഫാദർ മാത്യു എന്ന് പറഞ്ഞൊരു വയനാട്ടിലെ അച്ഛൻ്റെ ഡെയിലി ബ്ലസ് കേൾക്കാൻ വേണ്ടിയിട്ട് 4:30 4 മണിക്ക് എങ്ങാണ്ട് അലാറം വെക്കും കേട്ടോ. ചിലപ്പോൾ അത് കേട്ട് ഞാൻ എണീക്കൂട്ടോ ഗൈസ്. പിന്നെ ഞാൻ സോങ് ഡൗൺലോഡ് ചെയ്യുന്നത് ഏതിലാണെന്ന് വെച്ചാൽ, ഈ സോങ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഹെഡ്സെറ്റിൻ്റെ ആപ്പ് കണ്ടോ, ഈ ഒരു ആപ്പിലാണ് ഞാൻ കൂടുതലും അതിലും ഡൗൺലോഡ് ചെയ്യും. പിന്നെ നമ്മൾ ക്രോം ബ്രൗസറിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്യും. ക്രോമിൽ ഞാൻ കുറേ വീഡിയോസ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ക്രോമിൽ തന്നെ അങ്ങനെ കുറേ വീഡിയോസ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഗൈസ്, ഇതിൻ്റെ അകത്ത് കുറേ എന്തൊക്കെ ഫോട്ടോസ് ഉള്ളത് നിങ്ങൾ വിചാരിക്കും. ഇതിൻ്റെ അകത്ത് കൂടുതലുള്ളത് എൻ്റെ ആരോൻ്റെ മറ്റേ ആ കുട്ടി ചെറുക്കിൻ്റെ. പിന്നെ കൂടുതലുള്ളത് എൻ്റെ ആൽബം, ഞാൻ പറഞ്ഞത് എൻ്റെ ചെറുപ്പത്തിലൊരു ആൽബം ഉണ്ടെന്ന്, അതിൻ്റെ അകത്ത് ഫോട്ടോ ആണല്ലോ ഇതിൻ്റെ അകത്തുള്ള, ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇതിൻ്റെ അകത്ത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ വീഡിയോസ്, എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഫോട്ടോസൊക്കെ ഉണ്ട്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഉള്ള ഫുള്ള് ഇതും ഇതിൻ്റെ അകത്താണ്. പിന്നെ കുറേ റീൽസൊക്കെ ഉണ്ട്, എൻ്റെ തന്നെയാണ് കേട്ടോ, ഞാൻ കാണിച്ചു തരാം, പരിചയപ്പെടുത്തി തരാം. അപ്പം ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് എടുക്കട്ടെ, കുറച്ച് ടൈം എടുക്കും, കാരണം ഒത്തിരി ഫോട്ടോ ഉള്ളതുകൊണ്ട് നോക്കി തപ്പി എടുക്കണം. അപ്പം ഗൈസ്, ഇതാണ് എൻ്റെ ഒന്നാമത്തെ ബെസ്റ്റി, ഞാൻ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ബെസ്റ്റി ദേവിക വിജേഷ് എന്ന് പറയും. അവൾക്ക് ഞാൻ പറഞ്ഞില്ലേ യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് പറഞ്ഞാൽ, അവളുടെ യൂട്യൂബ് ചാനൽ ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ. അപ്പം ഇവിടെ റേഞ്ചില്ലല്ലേ, ഞാൻ കാണിച്ചു തരായിരുന്നു, ഈ റൂമിലേ റേഞ്ചില്ല. അപ്പം ആണ് എൻ്റെ ഒന്നാമത്തെ ബെസ്റ്റി. പിന്നത്തെന്ന് പറയുകയാണെങ്കിൽ ഇതും എൻ്റെ വേറൊരു ബെസ്റ്റിയാണ് കേട്ടോ. മൈ ഗോഡ്, ഇതാ എൻ്റെ വേറൊരു ബെസ്റ്റിയാണ്. ഇതെൻ്റെ അതെന്ന് പറയുകയാണെങ്കിൽ കഴിഞ്ഞ കൊല്ലം എനിക്ക് 7ാം ക്ലാസ്സിൽ നിന്ന് കിട്ടിയ ബെസ്റ്റിയാണ് കേട്ടോ. ഈ ബെസ്റ്റി എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് LKG തൊട്ട് ഇപ്പം ഞാൻ 8ലാവാൻ പോവാണ്, 8ാം ക്ലാസ്സിലേക്ക് പോവാണ്. 8ാം ക്ലാസ് വരെയല്ല എൻ്റെ കൂടെയുള്ള ബെസ്റ്റിയാണ് കേട്ടോ. അപ്പം ഇത് സൺഡേ സ്കൂളിലാണ്. ഞങ്ങൾ LKG UKG വരെ സ്കൂളിലായിരുന്നു, ഞങ്ങളുടെ പള്ളിയിലെ സ്കൂളിൽ തന്നെയായിരുന്നു പഠിച്ചത്. പിന്നെ അത് പൂട്ടിപ്പോയി. അവിടെ ആയിരുന്നെങ്കിൽ എനിക്ക് കയറിപ്പോകാനൊക്കെ നല്ല സുഖമായിരുന്നു കേട്ടോ. പിന്നെ ഇതെൻ്റെ വേറൊരു ബെസ്റ്റിയാണ്. ഇത് കാണുന്നുണ്ടോ, മെറീന എന്ന് പറയും, മെറീന സുജി. ഞങ്ങൾ 1ാം ക്ലാസ് തൊട്ട് ഇപ്പോഴും 7ാം ക്ലാസ് വരെ ഞങ്ങൾ ഭയങ്കര കമ്പനിയാണ് കേട്ടോ, ബെസ്റ്റീസാണ്. പിന്നെ ഗൈസ്, എൻ്റെ ഫോൺ ഏതാണെന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ മറന്നുപോയി. എൻ്റെ ഫോണാണ് സാംസങ് ആണ്. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ, ഇടയ്ക്ക് എഡിറ്റ് ചെയ്യാനൊക്കെ വന്നു. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അമർത്താൻ മറക്കരുത്. ഇനി പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞാൽ മറക്കരുത്, എൻ്റെ ഫ്രണ്ട് ദേവിക വിജേഷ് സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ പറ്റുവാണെങ്കിൽ ലിങ്ക് കൊടുക്കാം. അപ്പം നിങ്ങൾ എന്തായാലും കണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഞാൻ പറഞ്ഞ ബ്ലാക്ക് സിൽക്ക് എൻ്റെ ഫ്രണ്ടിൻ്റെ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. പാർട്ട് 2 ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ബൈ ബൈ.